ഫെബ്രുവരി 1 മുതൽ പെപ്സി ഉൽപ്പാദനം നിർത്തിവെക്കണമെന്ന് ജില്ലാ ഭരണകൂടവും ഗ്രാമപഞ്ചായത്തും നോട്ടീസ് നൽകിയിരുന്നു. പ്രതിദിനം 6 ലക്ഷം ലിറ്ററാണ് പെപ്സിയുടെ ജല ഉപയോഗം സംബന്ധിച്ച ഔദ്യോഗിക കണക്ക്. ഇത് 1.5 ലക്ഷം ലിറ്ററായി കുറയ്ക്കണമെന്നാണ് ദുരന്ത നിവാരണ സമിതിയും ജില്ലാ ഭരണകൂടവും ആവശ്യപ്പെട്ടത്. ഇതുവഴി ഉൽപ്പാദനം തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രവർത്തനം നിർത്തിയത് എന്നാണ് സ്ഥിരം തൊഴിലാളികൾ പറയുന്നത്. തൊഴിലാളികൾക്ക് 10 പണിയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, അതിൽ 2 പേർക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഉദാഹരണമാണ് പറയുന്നതാണ്. മാസത്തിൽ 12 പേർക്കേ തരാൻ പറ്റുമെന്നുള്ള നിലപാടാണ് കമ്പനിയുടെ നിലപാട്. വരൾച്ച മൂലം കുഴൽക്കിണറുകളിൽ ജലദൗർലഭ്യമുണ്ടായതാണ് കമ്പനി പ്രവർത്തനം നിർത്താൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും തൊഴിലാളിയുമായ രമേഷ് കുമാർ പറയുന്നു. ഈ പരിസരവാസികൾ തന്നെയാണ് ഇവിടുത്തെ കോൺട്രാക്ട് വർക്കേഴ്സ്. അപ്പോൾ അവർക്ക് കുടിവെള്ളവും വേണം, വർക്കും വേണം. ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് ഉള്ളൊരു നിലപാടിലേക്കാണ്, പൂട്ടണമെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഒരുപാട് പേര് എത്തിയത്. തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ട് കരാർ തൊഴിലാളികൾ ഇപ്പോൾ സമരത്തിലാണ്. കമ്പനിക്ക് 500 മീറ്റർ അകലെ മാത്രമേ സമരം ചെയ്യാവൂ എന്ന ഉത്തരവും കമ്പനി ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. പെപ്സി കമ്പനിയിലെ തൊഴിലാളികൾ രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യം, ഈ കമ്പനിയിലേക്ക് ജനപ്രതിനിധികളെയോ പോലീസിനെയോ ഉദ്യോഗസ്ഥരെയോ ആരും തടയാറില്ല എന്നാണ്. കമ്പനി പ്രവർത്തനം നിലച്ചതോടെ വ്യക്തമാവുന്ന മറ്റൊരു കാര്യം, കമ്പനി പ്രവർത്തനം നിലച്ചതിന് ശേഷമാണ് ഇതിനു മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ അരങ്ങേറിയത് എന്നുമാണ്. പെപ്സി കമ്പനിക്ക് മുമ്പിൽ നിന്ന് എസ് എ ജിംസ്, മീഡിയ 1, പാലക്കാട്.